എല്ലായിടത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആളുകൾക്കെല്ലാം മനസ്സിലും കഞ്ഞിയായി എന്നുള്ള രീതിയിലായിരുന്നു അന്ന്. അത് ഇതുപോലെ പാത്രം കൊണ്ടുവരുമായിരുന്നു. പക്ഷെ എല്ലാവരുടെയും ഒരു സ്റ്റീൽ പാത്രമുണ്ട്. ഇത് ഏറ്റവും രസം തരുന്നത് വെച്ചാല് വീട്ടിൽ നിന്ന് ഉച്ചഭക്ഷണം കൊണ്ടുവരുന്നവര് പോലും ആ പയറിന്റെ മണത്തിൽ മുട്ടുകുത്തി വീഴുമായിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം എന്റെ അമ്മയുടെ പല്ലെടുത്തു. ഒരു 2-3 പല്ല് ഒന്നിച്ചങ്ങ് എടുക്കുക ചെയ്തത്. അപ്പൊ ഭക്ഷണം അല്ല, ചളി. എന്നിട്ട് അത് കഴിഞ്ഞപ്പോ ആദ്യത്തെ ദിവസം നമുക്കിങ്ങനെ അധികം കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. വളരെ സോഫ്റ്റ് ഫുഡ് വേണം കഴിക്കാൻ. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും കഞ്ഞിയും ഉണ്ടാക്കി. അപ്പൊ അതേപോലെ പരിപ്പ് കറി ഉണ്ടാക്കി. ആ പരിപ്പ് കറി പ്രത്യേകിച്ച് ഒരു അലങ്കാരവും ഇല്ലാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് ഒരു മുളക് മാത്രം കീറിയിടുക, ഇച്ചിരി ഉപ്പിടുക, ഇത്തിരി കടുക് പൊട്ടിക്കുക, അങ്ങനത്തെ. എന്നിട്ട് ആ ഒരു കുക്കർ ഇങ്ങനെ തുറന്നപ്പോ അതിന്റെ ആ മണം എന്നെ സ്കൂളിന്റെ നൊസ്റ്റാൾജിയയിലേക്ക് കൊണ്ടുപോയി. ആ ഒരു മണമായിരുന്നു. അപ്പൊ ഞാനും അമ്മയും എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് സ്കൂളിൽ വെക്കുന്ന ആ കറിയുടെ മണം പോലെ ഉണ്ടെന്ന്. എന്റെ സ്കൂളിലൊന്നും പരിപ്പ് കറി വെച്ചിട്ടില്ല, ചെറുപയർ പുഴുങ്ങിയത് തന്നെയായിരുന്നു. അതും പ്രത്യേകിച്ച് ആഭരണങ്ങളൊന്നും ഇല്ലാത്ത സാധാ ചെറുപയർ. അതിനകത്ത് ആ കൂടെ കല്ലുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനൊരു വല്ലാത്ത രുചിയായിരുന്നു. അതിൽ കുറച്ചുകൂടി കാശ് കയ്യിലുള്ളവർ 1 രൂപയ്ക്ക് പോയി അച്ചാർ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ അച്ചാറുള്ളവനെന്ന മുതലാളിയാണ് നമ്മൾ ഈ അച്ചാറുള്ളവന്റെ പരിസരത്ത് ചുറ്റിപ്പറ്റി നടക്കും. ചിലപ്പോൾ ആ പാക്കറ്റിൽ നിന്ന് ഒരു തുള്ളി നമുക്ക് കിട്ടും. ഇപ്പൊ കഞ്ഞിയിലായ അച്ചാറ് വീഴുക എന്നൊക്കെ പറഞ്ഞ് അന്ന് എന്തോ മെഡല് കിട്ടിയ സന്തോഷമായിരുന്നു. അന്ന് ഇതുപോലെ വരാന്തയിൽ ഇരുപുറമായിട്ട് 2 സൈഡിലും ആളുകൾ പാത്രമായിട്ടിരിക്കും. സ്കൂളിലെ കിടാകടിയന്മാർ ഈ ഇതൊരു അലുമിനിയം ബക്കറ്റിലെടുത്ത കഞ്ഞിയും പയറുമായിട്ട് വരും. അപ്പൊ എല്ലാവർക്കും വിതരണം ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ അത് ഈ സീനിയർ വിദ്യാർത്ഥികൾക്ക് കിട്ടും. അപ്പൊ അവരാണ് അന്നത്തെ ഏറ്റവും VIP അവിടുത്തെ. അവർക്ക് കൂടുതൽ കഞ്ഞിയും കൂടുതൽ പയറും കഴിക്കാനുള്ള ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മളെ ഈ പഴയ കഞ്ഞി കഥകളിലേക്ക്